ഹേ ഓൾ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കോട്ട്സിൻ്റെ ഡീറ്റെയിൽസ് പറയാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ വീഡിയോ അതാണ്. അപ്പോൾ നമുക്കൊരു ഡെലിവറി ഉണ്ടായിരുന്നു, ഫാമിലി ക്യൂൺ സൈസ് കോട്ട്സിൻ്റെ ഡെലിവറി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് അൺഅസംബിൾ ചെയ്ത് ലോഡ് ചെയ്തിട്ടുണ്ട് ഡെലിവറിക്ക് വേണ്ടി. അപ്പോൾ നമ്മൾ ലോഡ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഡെലിവറി ചെയ്യാനായിട്ട് പോകാം. അങ്ങനെ നമ്മുടെ സൈറ്റ് എത്തി. അപ്പോൾ നമ്മൾ അസംബിളിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കോട്ട്സിൻ്റെ. ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് കസ്റ്റമറിൻ്റെ ഓർഡർ അനുസരിച്ച് തേക്കിൻ്റെ കളറിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് കൂടാതെ ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സിലും നമുക്ക് ഈ കോട്ട്സ് മാനുഫാക്ചർ ചെയ്യാവുന്നതാണ്. ഈ കോട്ട്സിൽ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റിയ ഡ്രോവേഴ്സും ആഡ് ചെയ്തിട്ടുണ്ട്. ഈ കോട്ടിൽ നമ്മൾ 2 ഡ്രോവേഴ്സാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ നമ്മൾ ഇതിനകത്ത് കുഷ്യൻ ഹെഡ് ബോർഡ്സ് ആണ് വെച്ചിരിക്കുന്നത്. ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സിലും നമുക്ക് കുഷ്യൻ ഹെഡ് ബോർഡ്സ് അവൈലബിൾ ആണ്. ഇതിപ്പോൾ അതേ ബ്ലൂ കളറിലാണ് നമ്മൾ ഹെഡ് ബോർഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ കോട്ടിലും നമ്മൾ ഈ 2 ഡ്രോവേഴ്സാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് കൂടാതെ ഇൻസൈഡ് സ്റ്റോറേജ് വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. എല്ലാം നമ്മുടെ ഫാക്ടറിയിൽ ഫുള്ളി മാനുഫാക്ചർ ചെയ്ത് സൈറ്റിൽ വന്ന് അസംബ്ലിങ് മാത്രം ഉള്ളതുകൊണ്ട് തന്നെ ഈ പൊടിയും കാര്യങ്ങളും ഒന്നും സൈറ്റിൽ വരുത്തുമില്ല. ഇതാണ് നമ്മുടെ അടുത്ത കോട്ട് വരുന്നത്. ഇതൊരു ഗ്രീൻ സ്യൂഡ് ഫാബ്രിക്കിലാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ ഹെഡ് ബോർഡ്സിലും നമ്മൾ സ്യൂഡ് ഫാബ്രിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ലെതർ വേണമെങ്കിലും എല്ലാം നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. ഇതാണ് നമ്മുടെ കോട്ടിൻ്റെ ഒരു എൻറ്റയർ ലുക്ക് വരുന്നത്. ഈ കസ്റ്റമർക്ക് നമ്മുടെ ഒരു സ്പ്രിംഗ് മാട്രസും കൂടെ ഉണ്ടായിരുന്നു. ബോണറ്റ് സ്പ്രിങ് 8 ഇഞ്ച് തിക്നെസ് വരുന്ന മാട്രസും ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്ത് ലോഡ് ചെയ്തിട്ടുണ്ട് ഡെലിവറിക്ക് വേണ്ടി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.